ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളുടെ ഓണാഘോഷവും അതിനോടനുബന്ധിച്ചുള്ള ഒരു ട്രാവൽ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത്. 6:30 ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഏകദേശം 8 മണിയായപ്പോഴേക്കും ഞങ്ങൾ കോട്ടൂർ ആനപരിപാലന കേന്ദ്രത്തിൽ എത്തി. അവിടെ എത്തിയതോടുകൂടെ തന്നെ എല്ലാവരും വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മുടെ തന്നെ കൂട്ടുകാരനായ പ്രസന്നൻ ഒരുക്കിയ പ്രഭാത ഭക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പി. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷപൂർവ്വം പ്രഭാത ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഇഡ്ഡലി, സാമ്പാർ, രസവട, ഉഴുന്നുവട എന്നീ വിഭവങ്ങളുണ്ടായിരുന്നു. ഏറെ സ്വാദിഷ്ടമായ ഈ വിഭവം എല്ലാവരും വളരെ ആസ്വദിച്ച് കഴിച്ചു. വളരെയേറെ സ്വാദിഷ്ടമായ ഈ പ്രഭാത ഭക്ഷണം നമുക്കായിട്ട് ഒരുക്കിയ നമ്മുടെ പ്രിയ കൂട്ടുകാരനായ പ്രസന്നന് ഒത്തിരി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പ്രഭാത ഭക്ഷണത്തോടൊപ്പം നമുക്കൊരു നല്ല പായസവും പ്രസന്നൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ അത് വിളമ്പിയില്ല. കാരണം ഉച്ചയ്ക്ക് നല്ല സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, അത് കഴിക്കണ്ടേ. അപ്പോൾ രാവിലെ തന്നെ എല്ലാം വയറ് നിറച്ച് കഴിച്ചാൽ അവിടെ പോയി ഇനി സദ്യ കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് പായസം മാറ്റിവെച്ച് പിന്നീട് കഴിക്കാമെന്നുള്ള തീരുമാനത്തിലായി. ഞങ്ങൾ പ്രഭാത ഭക്ഷണം വളരെയേറെ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ആനപരിപാലന കേന്ദ്രത്തിലേക്ക് നടന്നു. ഒത്തിരി ദൂരം നടക്കാനുണ്ടായിരുന്നു. പ്രസന്നൻ്റെ പ്രഭാത ഭക്ഷണം കഴിച്ചതോടുകൂടി എല്ലാവരും നല്ല എനർജറ്റിക്കായി വളരെ ഉത്സാഹത്തോടുകൂടെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആനയെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് വഴിയിൽ കണ്ടത്. 2 ആനകളുണ്ടായിരുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഭയം തോന്നി ഉള്ളിൽ. എങ്കിലും എല്ലാവരും അങ്ങനെ നോക്കി നിന്നു ആനയെ. ഞങ്ങളിൽ ചിലർക്കെങ്കിലും ആനയെ വലിയ ഭയമായിരുന്നു കേട്ടോ. എങ്കിലും എല്ലാവരും ഉള്ളതുകൊണ്ട് ഇങ്ങനെ പരസ്പരം കൈകോർത്ത് പിടിച്ച് ഞങ്ങളും അങ്ങനെ അങ്ങ് നടന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ആനയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആനകളെ രാവിലെ തന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് അവർക്കുള്ള ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഇവിടെ ഒത്തിരി ആനകളുണ്ട്, പക്ഷേ എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. കാരണം കുറച്ചധികം ആനകൾക്ക് മതപ്പാടുള്ളത് കാരണം അവർ അവിടെ തന്നെ കെട്ടിയിരിക്കുകയാണ്. അവിടെ തന്നെ ഭക്ഷണവും കൊടുക്കുന്നു. പിന്നെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ആനകളുടെ അടുത്തോട്ട് നിങ്ങൾ പോകരുത്, ഒത്തിരി ദേഷ്യക്കാരാണ്, അവർ പ്രശ്നക്കാരുമാണ്, അതുകൊണ്ട് നിങ്ങൾ ദൂരെ നിന്ന് അത് കാണണമെന്ന്. പിന്നെ ഇതിൽ ഏറെ നമുക്ക് രസം തോന്നിയതെന്ന് പറഞ്ഞാൽ 85 വയസ്സുള്ള ഒരു ആനയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചെന്ന് അതിനടുത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഗൈഡ് ഓഡിയോ എന്ന് പറഞ്ഞ്, നിങ്ങൾ അതിനടുത്തോട്ട് പോകരുത്, ചിലപ്പോൾ എന്തെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്ത് എറിയും, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു. പിന്നെ ഒരു ആനയാണെങ്കിൽ ഇച്ചിരി ഉള്ളിലോട്ടാണ് നിന്നത്. അതിനടുത്തോട്ട് ആരും ഒട്ടും പോകരുതെന്ന് പ്രത്യേകം നമുക്ക് താക്കീത് നൽകി. പിന്നെ ഈ പോകുന്ന വഴിക്ക് കൂട്ടുകാരെല്ലാം പല പല തമാശകളൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ നടന്നത്. അങ്ങനെ വളരെയേറെ സന്തോഷവും അനുഭവങ്ങളും തന്ന ഒരു യാത്രയായിരുന്നു ഇത്. അങ്ങനെ കുറേ സമയത്തെ നടത്തത്തിന് ശേഷം എല്ലാവരും തളർന്നു. ഒന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ചുറ്റും കൂടി. അപ്പോഴാണ് അവിടെ ഐസ്ക്രീം കണ്ടത്. എന്തായാലും ഷുഗർ ഉള്ളവരും ഷുഗർ ഇല്ലാത്തവരും എല്ലാവരും ഐസ്ക്രീം കഴിച്ചു. അപ്പം നമ്മുടെ രാജേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരെയും ഒന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു, ഈ സമയത്ത് ഐസ്ക്രീം വേണോ? പക്ഷേ ആരും അതൊന്നും കൈക്കൊണ്ടില്ല. എല്ലാവരും സന്തോഷത്തോടുകൂടി ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീമിനോടുള്ള മൽപ്പിടുത്തത്തിന് ശേഷം ഞങ്ങളുടെ അടുത്ത മൽപ്പിടുത്തം കുട്ടവഞ്ചിയിൽ കയറിയുള്ള സവാരിയായിരുന്നു. അപ്പോൾ ഇതിൽ കയറണമെന്ന് പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും പക്ഷേ ഉള്ളിൽ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ പേടിയില്ലാത്ത കുറച്ച് ആൾക്കാർ ആദ്യമേ തന്നെ കുട്ടവഞ്ചിയിൽ കയറി യാത്ര തുടങ്ങി. അവർ അരമണിക്കൂർ യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ബാക്കി ഇവിടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അതൊരു പ്രചോദനമായി. പിന്നെ എല്ലാവരും കുട്ടവഞ്ചിയിൽ കയറി യാത്ര തുടർന്നു. ആ പോകുന്ന സമയത്തുള്ള കാഴ്ചകളും എല്ലാം വളരെ ആസ്വാദ്യകരമായിരുന്നു. വളരെയേറെ മറക്കാൻ പറ്റാത്ത നല്ല അനുഭവങ്ങൾ തന്ന ഒരു യാത്ര തന്നെയായിരുന്നു. പലർക്കും പേടിയുണ്ടായിരുന്നു ഈ കുട്ടവഞ്ചിയിൽ കയറിയുള്ള യാത്ര എങ്ങനെയാകുമെന്ന്. പക്ഷേ അതിൽ കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഭയം മാറി. വളരെ സന്തോഷകരമായി ഈ യാത്രയും കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് കരയിൽ കയറി. ഓക്കെ.
അങ്ങനെ കൂട്ടുകാർ 2 കുട്ടവഞ്ചികളിലായി യാത്രകൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ വിജയകുമാറിൻ്റെ ഗാനത്തോടുകൂടെ യാത്ര തുടങ്ങുകയായി. അടുത്തതായി നമ്മൾ എത്തിച്ചേർന്നത് അഗസ്ത്യകുടീരം ബാലികാ ഭവനിലാണ്. അപ്പം വളരെ സ്നേഹത്തോടെ തന്നെ അവർ നമ്മളെ സ്വാഗതം ചെയ്തു. കുട്ടികളെല്ലാം ചേർന്ന് നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുകയും അതോടൊപ്പം നമ്മുടെ കൂട്ടുകാരിൽ ഒരാളായ രാജേന്ദ്രൻ ഒരു 5 മിനിറ്റ് അവർക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയും ചെയ്തു. അതിനുശേഷം എല്ലാവരും ചേർന്ന് ഉച്ചഭക്ഷണം കഴിച്ചു. അതിഗംഭീരമായ ഒരു ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓണസദ്യ. അപ്പോൾ നമുക്കും കുട്ടികൾക്കും വേണ്ടി അവർ തന്നെയാണ് ഈ ഭക്ഷണം തയ്യാറാക്കി തന്നത്. സദ്യ എല്ലാവരും വളരെ നേരെ ആസ്വദിച്ച് കഴിച്ചു. വളരെ സ്വാദിഷ്ടമായ ഒരു സദ്യ തന്നെയായിരുന്നു. കുട്ടികളോടൊപ്പം സദ്യ കഴിക്കാൻ അവസരം ഒരുക്കി തന്ന നമ്മുടെ ഈ ബാലികാ ഭവനിലെ പ്രവർത്തകർക്ക് നമ്മുടെ കൂട്ടുകാരുടെ പേരിൽ ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു മേഖല തിരഞ്ഞെടുത്ത നമ്മുടെ കൂട്ടുകാരിൽ ചിലരുണ്ട്. അതായത് പ്രസന്നൻ, ഗോവിന്ദപിള്ള, സുഹു. അപ്പോൾ അവർക്ക് ഏറെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. 2025 ഈ ഓണം വളരെയേറെ സ്പെഷ്യൽ തന്നെയായിരുന്നു. സദ്യയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരും ചേർന്ന് കുട്ടികളോടൊപ്പം കുറേ ഫോട്ടോസ് എടുക്കുകയും തുടർന്ന് നേരെ നമ്മൾ പോയത് നെയ്യാർ ഡാമിലേക്കാണ്.
I took your hand tonight. No, you're all that I want inside. I imagine we fell in love on that winter moonlight skies with you. I think I'll picture us here with the waves, the ocean's colors on your face. I'll leave my heart with your air, so let me fly with you. Will you be forever with me? My love will always stay by you. I'll keep it safe, so don't you worry a thing. I'll tell you I love you more. It's stuck with you forever, so promise you won't let it go. I'll trust the universe will always bring me to you. I imagine we fell in love on that winter moonlight skies with you. I think I'll picture us you with the waves, the ocean's colors on your face. I'll leave my heart with your air, so let me fly with you. Will you be forever with me? നെയ്യാർ ഡാമിലെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മുടെ ബോട്ട് യാത്ര. നമ്മുടെ കൂട്ടുകാരിൽ ചിലർക്കൊക്കെ ഭയമായിരുന്നു ബോട്ടിൽ കയറാനായിട്ട്. എങ്കിലും എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഞങ്ങൾ ബോട്ടിൽ കയറിയ പാടെ നമുക്കെല്ലാവർക്കും ഓരോ ലൈഫ് ജാക്കറ്റ് തന്നു. അത് കൂട്ടുകാരെല്ലാം ധരിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എല്ലാ കൂട്ടുകാരെല്ലാം ഓരോ റോബോട്ടുകളായിട്ടിരിക്കുന്നത് പോലെ തോന്നി. എന്നാലും ലൈഫല്ലേ പ്രധാനം, ഞാനും അങ്ങ് ധരിച്ചു. എന്നിട്ട് ഫോണും എടുത്ത് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച് വളരെ ഏറെ പ്രതീക്ഷയോടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നറിയോ? ബോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല. ഡ്രൈവർ വന്ന് നല്ല രീതിയിൽ നോക്കി, പക്ഷേ മുന്നോട്ട് ഒട്ടും പോകുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയമായി, എങ്ങനെയെങ്കിലും കരയിൽ ഇറങ്ങിയാൽ മതിയെന്ന്. കൂട്ടുകാരെല്ലാം പറഞ്ഞതനുസരിച്ച് അവർ തന്നെ തിരിച്ച് നമ്മളെ കരയ്ക്ക് എത്തിച്ചു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ഇത്. ഈ ബോട്ട് യാത്ര നമ്മുടെ കൂട്ടുകാരും ഒരിക്കലും മറക്കില്ല. കാരണം വെള്ളത്തിലുണ്ടായിരുന്ന ഈ സമയം അത്രയും വളരെയേറെ തമാശ നിറഞ്ഞതായിരുന്നു. യാത്രയുടെ അവസാനം ഒരു ചായ കുടിച്ചുകൊണ്ട് ഈ വർഷത്തെ ഓണാഘോഷം വളരെ സന്തോഷപൂർവ്വം അവസാനിപ്പിച്ചു.